സംസ്ഥാനത്തെ പ്രൈമറി സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയുടെ നടത്തിപ്പ് സ്കൂൾ ഹെഡ്മാസ്റ്റർമാർക്കും അധിക ബാധ്യതയാകുന്നു. കഴിഞ്ഞ 4 മാസമായി ഉച്ചഭക്ഷണ വിതരണത്തിനായി സർക്കാർ നൽകേണ്ട തുക കുടിശ്ശികയാണ്. പഞ്ചായത്തുകളിലെ പദ്ധതി നിർവഹണ ഓഫീസർമാരുടെ ചുമതല കൂടി ഹെഡ്മാസ്റ്റർമാരെ ഏൽപ്പിച്ചത് സ്കൂളുകളുടെ നടത്തിപ്പിനെയും ബാധിക്കുന്നതായി ഇവർ പറയുന്നു. പ്രൈമറി UP സ്കൂളുകളിലെ പ്രഥമ അധ്യാപകർക്കാണ് സ്കൂളിന്റെ ചുമതല കൂടാതെ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അധിക ജോലി ബാധ്യതയായി മാറിയിരിക്കുന്നത്. സ്കൂളുകളുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയുടെ നടത്തിപ്പിന്റെ ചുമതല ഹെഡ്മാസ്റ്റർമാർക്കാണ്. എന്നാൽ ഇതിനായി സർക്കാർ അനുവദിക്കുന്ന തുക കഴിഞ്ഞ 4 മാസമായി കുടിശ്ശികയാണ്. ഇത് പ്രഥമ അധ്യാപകർ സ്വന്തം നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള പോഷകാഹാര വിതരണത്തിന്റെയും ഡിസംബർ ജനുവരി ഉച്ചഭക്ഷണ വിതരണത്തിന്റെയും തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. LP വിഭാഗത്തിന് 6 രൂപയും UP വിഭാഗത്തിന് 8.17 രൂപയുമാണ് ഒരു കുട്ടിക്ക് ഒരു ദിവസം സർക്കാർ നൽകുന്നത്. കുട്ടികളുടെ എണ്ണമനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പ്രഥമ അധ്യാപകർക്ക് സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടി വരുന്നത്. ഇത് 8 രൂപയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇതിന്റെ നിരക്ക്. ഈ വർഷം പോഷകാഹാര പദ്ധതിയായ പാൽമുട്ട വിതരണത്തിന് പ്രത്യേക ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചു. ഉച്ചഭക്ഷണത്തിന് LP ക്ലാസ്സിൽ പരിഷ്കരിച്ച് 8 രൂപയിൽ നിന്ന് പരിഷ്കാരം വരുത്തി 6 രൂപയാക്കി മാറ്റി. UP ക്ലാസ്സിൽ അതേ 8 രൂപ 17 പൈസയാക്കിയിട്ട് മാറ്റം വരുത്തി നിലനിർത്തി. ഇത് പര്യാപ്തമല്ല. ഒരു കട്ടൻ ചായ കിട്ടുമോ 6 രൂപയ്ക്ക്? ഒരു 15 രൂപയെങ്കിലും ഒരു ഊണിന് ചെലവ് വരും. കൂടാതെ പഞ്ചായത്ത് തലത്തിൽ സർക്കാർ നടപ്പാക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളുടെ നടത്തിപ്പിന്റെ ചുമതലയും പ്രൈമറി സ്കൂൾ പ്രഥമ അധ്യാപകർക്കാണ്. ഇത് സ്കൂളിന്റെ പ്രവർത്തനത്തെയും അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ക്ലാസുകളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഒരു വർഷം പഞ്ചായത്തിന് വേണ്ടി നിർവഹിക്കാനുള്ളത്. ഇതിന്റെ ആസൂത്രണവും നിർവഹണവും ഇംപ്ലിമെന്റിംഗ് ഓഫീസറായ ഹെഡ്മാസ്റ്ററുടെ ചുമതലയാണ്. നേരത്തെ പറഞ്ഞ ജോലി ബാധ്യതകൾക്ക് മുകളിലാണ് കർശനമായ ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു പദ്ധതി കൂടിയായതുകൊണ്ട് ശ്രദ്ധാപൂർവം സാങ്കേതികമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഹെഡ്മാസ്റ്റർക്ക് വലിയ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരും. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പിന് നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരിഹാരമുണ്ടാകാത്തതിനാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് അധ്യാപക സംഘടനകൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രൈമറി UP സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിന്റെ അധിക ബാധ്യത പഞ്ചായത്ത് തലത്തിലെ പദ്ധതി നിർവഹണത്തിലെ ചുമതല, പ്രൈമറി പ്രഥമ അധ്യാപകരുടെ അന്തർജില്ലാ സ്ഥലം മാറ്റത്തിലെ അപാകതകൾ എന്നിവയിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സ്ഥിതിയാണുള്ളതെന്ന് ഓൾ കേരള പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിജു തോമസ് പറയുന്നു. പ്രതികരണത്തിലേക്ക്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ സ്പെഷ്യലായിട്ടുള്ള പോഷകാഹാരത്തിനുള്ള പൈസ, അതായത് പാല്, മുട്ട എന്നിവയുടെ പൈസ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതേപോലെ ഉച്ചഭക്ഷണം കൊടുത്ത വകയിൽ ഡിസംബർ ഏതാണ്ട് ജനുവരി തീരാൻ പോകുന്നു. ജനുവരിയുടെയും കൂടെ പൈസ അത് വീണ്ടും പെൻഡിങ്ങാണ്. ഈ തുകകൾ സമയത്ത് തന്നെങ്കിൽ മാത്രമേ ഒരു പ്രഥമാധ്യാപകന് സ്കൂള് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ ഒക്കുള്ളൂ. ഉച്ചഭക്ഷണത്തിന് വേണ്ടി കൂടിയാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവരുടെ പോഷകാഹാരക്കുറവും ആഹാരത്തിൻ്റെ അപര്യാപ്തയൊക്കെ പരിഹരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം പരിപാടികളിൽ കൂടെ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഇത് സമയത്ത് പൈസ അനുവദിച്ച് കിട്ടുന്നില്ല. അതിലേക്ക് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഗവൺമെൻറ് ഹെഡ്മാസ്റ്റർമാരുടെ ഒരു പ്രശ്നങ്ങൾ, അവർ സ്വന്തം ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലാണ് പല ആൾക്കാരും, 100 കണക്കിന് ഹെഡ്മാസ്റ്റർമാർ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ഹെഡ്മാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അന്തർജില്ലാ ട്രാൻസ്ഫർ ലഭിക്കുന്നതല്ല. ആയതിനാൽ അന്തർജില്ലാ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു 10% കോട്ട ഈ ഗവൺമെൻറ് ഹെഡ്മാസ്റ്റർമാർ, പ്രൈമറി ഹെഡ്മാസ്റ്റർമാർക്ക് നീക്കി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. വാർത്തയുടെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. രജിത്ത്, ഈ പദ്ധതി നിർവഹണത്തിലെ അപാകതകൾ, സർക്കാർ നൽകേണ്ട തുക മുടങ്ങുന്നു, സർക്കാരിന്റെ മെല്ലപ്പോക്ക്, ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ നോക്കിക്കാണാം രജിത്ത്? LP UP വിഭാഗങ്ങളിലെ പ്രഥമ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്. ഇവർക്ക് അധിക ജോലി ബാധ്യതയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവർ ഏറ്റവും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം. ഇതിനെതിരെ ഇവർ സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി, വകുപ്പുകൾക്കെതിരെ സമരവുമായി രംഗത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും പ്രധാന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് അധിക പൈസ ചിലവാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും സർക്കാർ 6 രൂപ മാത്രമാണ്, 6 രൂപയും 8 രൂപയും LP വിഭാഗത്തിലെ കുട്ടികൾക്ക് 6 രൂപയും UP വിഭാഗത്തിലെ കുട്ടികൾക്ക് 8 രൂപ
രൂപയുമാണ് നൽകുന്നത്. ഓരോ കുട്ടിക്കും 8 രൂപ ഇത്ര രൂപ വീതം നൽകുകയാണ് ചെയ്യുന്നത്. ആ തുക ഇതിന് പര്യാപ്തമല്ല എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ബാക്കി വരുന്ന തുക അധ്യാപകർ തന്നെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർമാർ തന്നെ എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അത് അവരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നത് പറയുന്നത് തന്നെ ഏറെ ബുദ്ധിമുട്ടാണ്. അത് തന്നെ അവർക്ക് വലിയൊരു ബാധ്യതയാണ്. അത് കൂടാതെ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, പഞ്ചായത്ത് സ്കൂളുകളിലെ LP വിഭാഗത്തിലെ അല്ലെങ്കിൽ UP വിഭാഗത്തിലെ ഹെഡ് മാസ്റ്റർമാർക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിതല പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം കൂടി വഹിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഓഡിറ്റിംഗ് സഹിതം നടത്തുന്ന ഒരു കാര്യമാണ്. അതിലും അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നാണ്. ഈ പദ്ധതികളും ഈ പരിപാടികളും ഒക്കെയും കഴിഞ്ഞതിന് ശേഷം വേണം അവർ സ്കൂളിൽ കുട്ടികൾ LP വിഭാഗത്തിലെ ഹെഡ് മാസ്റ്റർമാർ സ്കൂളിലും ക്ലാസ് എടുക്കേണ്ടതുണ്ട്. ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനും കൂടി സമയം കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. അതിനെല്ലാം പുറമെ സ്കൂളിലെ മൊത്തം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഇവർ തന്നെയാണ്. ഇതുതന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ ശരി, രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ സർക്കാർ എത്രയും വേഗം പ്രശ്നം കാണണം എന്നുള്ളതാണ്.